ഹായ്, ഞാനിന്നിവിടെ ഒരു മത്തങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത്. മത്തങ്ങയും വൻപയറും കൂടി ഇട്ട് ഒരു എരിശ്ശേരി ഉണ്ടാക്കിയത് ഞാൻ കാണിച്ചിരുന്നില്ലേ. ഇതിൽ ഞാൻ പയറൊന്നും ചേർക്കുന്നില്ല, മത്തങ്ങ മാത്രമായിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. ഇനി ഇതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. മത്തങ്ങ ഒരു ചെറിയ കഷ്ണം, മുളക് പൊടി 3/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്, തേങ്ങ അരമുറി, ജീരകം 1/4 ടീസ്പൂൺ, എണ്ണ 2 ടീസ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, ഉണക്കമുളക് ആവശ്യത്തിന്. ഞാൻ ആദ്യം ഈ ചട്ടിയിലേക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനിവിടെ 3/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. മത്തങ്ങയ്ക്ക് ഒരു മധുരം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നത്. മധുരം ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതിയാവും കേട്ടോ. നമുക്ക് കുറച്ച് സമയത്തേക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ തേങ്ങയിൽ 1/4 ടീസ്പൂൺ ജീരകം മാത്രമേ ചേർത്ത് അരച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഉള്ളി കൂടെ ചേർത്ത് അരയ്ക്കാം. തേങ്ങ ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ചിലർക്കൊക്കെ മത്തങ്ങ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം കറിയിൽ. ഞാനിവിടെ അധികം ഉടയ്ക്കുന്നില്ല. കഴിക്കുമ്പോൾ വായിലിടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ലതല്ലേ, അതുകൊണ്ട് ഞാൻ അധികം ഉടയ്ക്കുന്നില്ല. ഈ തവിയുടെ പുറകുവശം വെച്ച് പതുക്കെ ഒന്ന് ഉടയ്ക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ അരച്ചൊഴിച്ച് തേങ്ങയൊക്കെ ഒന്ന് വേകണം. അതുവരെ നമുക്കൊന്ന് ഉടച്ചുകൊണ്ട് അങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കടുകും കറിവേപ്പിലയൊക്കെ ഒന്ന് വറുത്തിടാം. ഞാനൊരു ചീനിച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കറിവേപ്പില ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്കിത് കറിയിലേക്ക് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണേ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ചെറിയ മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും ഈ കറി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ കഴിയുള്ളൂ.